ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 20ാമത്തെ ചാപ്റ്റർ ആണിത്. കഴിഞ്ഞ 19 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്ന് നമ്മൾ പഠിച്ചല്ലോ അല്ലെ. അപ്പം എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ വാല്യൂ ചെയ്യാനുള്ള ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കാൻഡിൽ ചാർട്ടുകളെ കുറിച്ച് നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ട്രെൻഡ് എന്താണ്, ട്രെൻഡ് റിവേഴ്സലുകൾ, ഇൻഡിക്കേറ്റേഴ്സ്, ഒത്തിരി ഇൻഡിക്കേറ്റേഴ്സുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനായിട്ട് നമ്മൾ സ്റ്റോക്ക് എങ്ങനെ പിക്ക് ചെയ്യണം, ആ സമയത്ത് നമ്മൾ എന്തെല്ലാം വാല്യൂസ് നോക്കണം, അതേപോലെ ETF-കളിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ അത് എത്രത്തോളം നമുക്ക് സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ അത് ആരെല്ലാമാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആരെല്ലാമാണ് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇത് രണ്ടിന്റെയും അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾ എൻ്റെ ഒരു ചാപ്റ്റർ നമ്പർ 1 to 19 വരെ നിങ്ങൾ കണ്ടു പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾ കേപ്പബിൾ ആയിട്ടുണ്ടാകും. ഇനി എൻ്റെ ഒരു വീഡിയോ സീരീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ചാപ്റ്റർ നമ്പർ 1 to 19 അതുവരെയുള്ള ചാപ്റ്ററുകൾ മസ്റ്റായിട്ട് കാണുക, പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു പാസീവ് ഇൻകം 100% ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഷുവറാണത്. അപ്പോ നമ്മൾ ഇവിടുന്ന് 20ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. എന്താണ് സ്വിംഗ് ട്രേഡിംഗ്, എങ്ങനെയാണ് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്കുകളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, അതേപോലെ തന്നെ ETF-കളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാം, അതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സ്വിംഗ് ട്രേഡുകളെ നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന സീരീസ് ആണ് ഇനി നമ്മൾ ഈ ഒരു 20ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Swing trading. What is swing trading? Swing trading is a type of trading in which positions are held for a few days or weeks in order to capture short to medium term profits in financial securities. Swing traders use technical analysis to make trading decisions. Swing trading എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും ലഘുവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കുത്തനെ പോവില്ല അല്ലെ, ഒരു നേരെ ലൈനായിട്ടല്ലല്ലോ പോകുന്നത്. അതെപ്പോഴും ഒന്ന് കയറി പിന്നൊന്ന് ഇറങ്ങി, പിന്നൊന്ന് കയറി പിന്നൊന്ന് ഇറങ്ങി, പിന്നൊന്ന് കയറി, അങ്ങനെയാണ് പോകുന്നത് അല്ല. അപ്പൊ ഈ പ്രൈസ് ഉണ്ടാക്കുന്ന സ്വിംഗ് ഉണ്ടല്ലോ, ഈ ഹൈയും ലോയും, അങ്ങനെ ഒരു സ്വിങ്ങില് അല്ലെങ്കിൽ സ്വിംഗ് ലോയിന്ന് ബൈ ചെയ്യുക, എന്നിട്ട് സ്വിംഗ് ഹൈയില് വിൽക്കുക, സ്വിംഗ് ലോയിന്ന് ബൈ ചെയ്യുക, സ്വിംഗ് ഹൈയില് വിൽക്കുക. അങ്ങനെ ഒരു പ്രോഫിറ്റ് ആ ഒരു ചെറിയ പീരീഡ്സിനുള്ളിൽ, അത് ചിലപ്പോൾ ഒരു പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങളാവാം, അല്ലെങ്കിൽ ആഴ്ചകളാവാം, മാക്സിമം വളരെ കുറച്ച് മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചിട്ടോ, ഒരുപാട് മാസങ്ങളൊന്നും അത് ഹോൾഡ് ചെയ്യില്ല. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ആ ഒരു സ്വിംഗിൽ ഉണ്ടാക്കുന്ന ലാഭങ്ങൾ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്വിംഗ് ലോ എന്ന് ബൈ ചെയ്യുക, സ്വിംഗ് ഹൈയിൽ വിൽക്കുക, ആ ഒരു പ്രക്രിയയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് നേർരേഖയിലല്ലല്ലോ നമ്മൾ സ്റ്റോക്കിന്റെ പ്രൈസ് പോയതല്ലേ. ഒന്ന് പൊങ്ങി, പിന്നൊന്ന് താന്നു, വീണ്ടും പൊങ്ങി, വീണ്ടും പ്രൈസ് താന്നു, വീണ്ടും കുറച്ച് മുകളിലോട്ട് പോയി, പിന്നെ താഴ്ന്നു, പിന്നെ പൊങ്ങി, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് ബൈ ചെയ്ത് എന്നിട്ട് സ്വിംഗ് ഹൈയിൽ വിൽക്കുന്നു, വീണ്ടും സ്വിംഗ് ലോയിൽ ബൈ ചെയ്തു, സ്വിംഗ് ഹൈയിൽ വിൽക്കുന്നു. ഈ ഒരു രീതിയിലുള്ള ഈ ഒരു ട്രേഡിംഗ് രീതിയെയാണ് നമ്മൾ ശരിക്കും സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് സ്വിംഗ് ട്രേഡിങ്ങിന്റെ പ്രോസ് അതേപോലെ കോൺസ് എന്നുള്ളത് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യലി ഹൈ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ്സ്, നമുക്ക് വലിയ പ്രോഫിറ്റുകൾക്ക് സാധ്യതയുണ്ട്. സ്വിംഗ് ട്രേഡിംഗിന് നമുക്ക് വലിയ പ്രോഫിറ്റുകൾക്ക് സാധ്യതയുണ്ട്. അതിനുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഒരു 100 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങി, ഓക്കെ, അതിനുശേഷം ഒരു 100 രൂപയ്ക്ക് സ്റ്റോക്ക് ബൈ ചെയ്തു, 100 രൂപ 110 രൂപയായി, വീണ്ടും അത് 105ലോട്ട് വന്നു, വീണ്ടും അത് 115 ആയി,
115 വീണ്ടും 110 വന്നു, 125 വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് ഒരു 110 to 125 ആ ഒരു ഇടയിൽ ആ ഒരു പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ ഒരു സ്വിംഗ് ട്രേഡർക്ക് ഈ ഓരോ ഡിപ്പിലും വരുന്ന ആ ഒരു പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ, 105 to 115 അവിടെ 10 രൂപ കിട്ടുന്നു, വീണ്ടും അത് താഴെ വന്ന് 115 125 വരെ വീണ്ടും 10 രൂപ അവിടെ കിട്ടുന്നു. അങ്ങനെ ഓരോ സ്വിംഗിലുമുള്ള പ്രോഫിറ്റ്സ് ഒരു സ്വിംഗ് ട്രേഡർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് കിട്ടുന്നതോ അതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? രണ്ടാമത്തത് ക്യാൻ ബി എ പാർട്ട് ടൈം ജോബ്, നോട്ട് ടൈം കൺസ്യൂമിങ്. നമുക്ക് ഈ സ്വിംഗ് ട്രേഡിങ്ങിനെ പാർട്ട് ടൈം ജോബായിട്ട് ആർക്കും മുന്നോട്ട് കൊണ്ടുപോവാം. നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോബായിട്ട് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഞാൻ മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകത്തിന് പറ്റിയ വളരെ നല്ലൊരു മാർഗമാണ്. കാരണം ഇതിന് അധികം സമയം ചെലവാക്കേണ്ട കാര്യമില്ല. ഇതിന് വളരെ ചെറിയൊരു സമയം മതി. പോരാത്തതിന് ഏതൊരാൾക്കും അതേപോലെ തന്നെ ഈ സ്ക്രീനിലോട്ട് നോക്കിക്കൊണ്ട് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യം ജസ്റ്റ് നോക്കാം. അതിനുശേഷം ആ ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഡിസിഷൻ എടുക്കാം, എക്സിറ്റ് ചെയ്യാം, എൻട്രി എടുക്കാം, വാട്ട് എവർ. എന്തെന്നാലും വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് നമ്മൾ സമയം ചെലവഴിച്ചാൽ മതി. മൂന്നാമത് ന്യൂ ഹ്യൂജ് സ്ട്രെസ് ഓർ ബേൺ ഔട്ട് ഡിസ്ക്ലോഷർ. ഇതിന് ഒരുപാട് തലവേദനകളൊന്നും ഇല്ല, ഒത്തിരി തലവേദനകളൊന്നുമില്ല ഇത് എന്ന് പറഞ്ഞാൽ. കാരണം ജസ്റ്റ് നമ്മൾ ഫണ്ടമെന്റലി അനാലിസിസും ഇതിന് ഞാനത് റഫായിട്ട് പറയാണ്. ഫണ്ടമെന്റലി അനാലിസിസ് വല്ലാതെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനെന്താന്ന് വെച്ചാൽ ഇതിനൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം ആ ഒരു ട്രേഡിൽ നമുക്ക് എടുക്കാവുന്ന ലോസ് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിന് സ്റ്റോപ്പ് ലോസ് വെക്കും. അത് മിക്കവാറും നമ്മളൊരു സ്വിങ്ങിന് താഴെയായിട്ടായിരിക്കും. നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു സപ്പോർട്ട് നമ്മൾ ഇപ്പോഴത്തെ പ്രൈസ് എവിടെയാണോ ഉള്ളത് അതിന്റെ ഏറ്റവും അടുത്ത സപ്പോർട്ടിന് താഴെയായിട്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുക. അത് ഓരോരുത്തർക്കും അവരവരുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ചാണ് കേട്ടോ. ചിലപ്പോ ഒരാൾ ഏറ്റവും അടുത്തുള്ള ഒരു സപ്പോർട്ടിന് താഴെ തന്നെ വെക്കും. അതിനേക്കാളും കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ആൾ അതിന്റെയും താഴെയുള്ള സപ്പോർട്ടിന് താഴെയായിട്ടായിരിക്കും വെക്കുക. അത് ഓരോരുത്തരുടെ റിസ്ക് കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. എങ്കിലും ഇതിൽ നിന്ന് ഒരു ലിമിറ്റഡ് റിസ്ക് ആക്കി മാറ്റാൻ നമുക്ക് പറ്റും സ്റ്റോപ്പ് ലോസിലൂടെ. അതുകൊണ്ട് തന്നെ ഓവർ നമുക്ക് ഒരു ഹ്യൂജ് സ്ട്രെസ്സോ അല്ലെങ്കിൽ തലവേദന വരുന്നില്ല. അടുത്തത് നോ ഹൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇക്വിപ്മെന്റ്സ്, നോ ഫോർമൽ എഡ്യൂക്കേഷൻ റിക്വയർഡ്, സ്റ്റോപ്പ് ലോസ് ആസ് എ വേ ടു ലിമിറ്റ് ലോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ ഇതിൽ ഒരു ലോസ് ലിമിറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലോസ് പോവും എന്നുള്ള ആ ഒരു പേടിയിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം. ഇത്രയുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസ്. ഇനി നമുക്ക് കോൺസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പൊട്ടൻഷ്യലി സീവിയർ ഫൈനാൻഷ്യൽ ലോസസ്, വളരെ കനത്ത നഷ്ടത്തിന് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ചെറിയ അശ്രദ്ധ നല്ല ലോസിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതങ്ങനെ ഇതിൽ മെയിൻ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ അശ്രദ്ധ മീൻസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമ്മൾ ഈ ഒരു ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ക്രാഷ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലോസിന് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലോ അതൊരു ഓവർ ലോസിലോട്ട് പോവില്ല. രണ്ടാമത് ഓവർനൈറ്റ് ആൻഡ് വീക്കെൻഡ് റിസ്കസ്. നമുക്ക് അത് ഒരു ഹോൾഡ് ചെയ്യുന്നതിന്റെ ഒരു റിസ്ക് വരുന്നുണ്ട്. കാരണം എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മൾ മാർക്കറ്റ് ടൈമിൽ വരുന്ന ക്രാഷുകളെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമുക്ക് മാർക്കറ്റ് ടൈം 9:15 to 3:30 ഉള്ള ആ ഒരു സമയമുള്ള മാർക്കറ്റ് ടൈം. ഈ ഒരു മാർക്കറ്റ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്തൊരു സ്റ്റോക്കിനെ കുറിച്ച് ഒരു ബാഡ് ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴും. പക്ഷെ ഈ ഒരു പ്രൈസ് താഴ്ന്നു വരുമ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസിന്റെ ലെവലിൽ എത്തുമ്പോൾ അത് ഓൾറെഡി നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയി പോകും. ഈ പൊസിഷൻ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ ഇതേ സെയിം സ്റ്റോക്കിനെ കുറിച്ചിങ്ങാണ്ട് ഒരു ബാഡ് ന്യൂസ് വരുന്നത് മാർക്കറ്റ് ഹവേഴ്സിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത നെക്സ്റ്റ് ഡേ മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്താണ് അതിന്റെ എഫക്റ്റ് നമ്മൾ ഈ സ്റ്റോക്കിൽ വരിക. അതൊരു പക്ഷേ ഗ്യാപ്പ് ഡൗണുകളായിരിക്കാം.
ഗ്യാപ്പ് ഡൗണുകൾ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ 10% 20% വളരെ റയർ ആയിട്ടുള്ളൂ. എങ്കിലും ഒരു 10%, 5% ഒക്കെ ആണെങ്കിൽ ആ ഒരു 5% ഒരു പക്ഷെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസും കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ലിമിറ്റ് ചെയ്ത ലോസിനേക്കാൾ കൂടുതൽ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഈ ഓവർനൈറ്റ് ആൻഡ് വീക്കെൻഡ് റിസ്ക്സ് എന്ന് പറയുമ്പോഴും ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെയും നമ്മൾ ഓവർകം ചെയ്യാനുള്ള ഒരു രൂപം നമ്മൾ കണ്ടെത്തണം. അതിന് മെയിൻ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെ പ്രൈസ് മാർക്കറ്റ് ടൈമിൽ തന്നെ പ്രൈസ് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ SL വെച്ചിരിക്കുന്ന പ്രൈസിന്റെ അടുത്തെങ്ങാനും എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, നമ്മളെ SL ഒന്നും കൂടെ താഴ്ത്തിട്ട് വെക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അത് പറ്റാത്ത കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യാന്ന്. എന്നിട്ട് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ മോർണിംഗിൽ ആ ഒരു അതിന്റെ ആ ഒരു സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങൾ രണ്ടാമത് റീ എൻട്രി ചെയ്യുക. ഇനി അടുത്തത് ഫണ്ട് ഇസ് ലോക്ക്ഡ് ഇല്ലിക്വിഡിറ്റി. ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് വീക്കുകളോ അല്ലെങ്കിൽ വീക്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ മാസങ്ങളോ നമ്മളിത് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫണ്ട് ഓൾറെഡി ലോക്ക് ആവുന്നുണ്ട്. അത് ഇതിന്റെ ഒരു കോസ് തന്നെയാണ്. കാരണം ഇത് ഇൻട്രാഡേ പോലെയല്ല. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഫണ്ട് ലോക്ക് ആവുന്നില്ല, എല്ലാ ദിവസവും നമ്മളെ ഫണ്ട് റിലീസ് ആവുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മളെ ഫണ്ട് ലോക്ക് ആവുന്നുണ്ട്. ലോ എക്സൈറ്റ്മെന്റ് ലെവൽ, അതേപോലെ നമുക്ക് ഒരുപാട് ഒരു എക്സൈറ്റ്മെന്റിനുള്ള ഒരു ലെവൽ വളരെ കുറവായിട്ടാണ് വരുന്നത്. കാരണം ഇതില് നമ്മളെ ലോസ് ആണെങ്കിലും ലോസ് ലിമിറ്റഡ് ആണ്, ഈവൻ ടാർജറ്റും നമ്മളത് ലിമിറ്റഡ് ആവും. കാരണം നമ്മളൊരു സ്വിങ് ഹൈ വരേക്കും പോകുള്ളൂ. ആ ഒരു സ്വിങ് ഹൈയിൽ വന്ന് അവിടുന്ന് ഒരു റിവേഴ്സൽ കാണുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. എന്നിട്ട് പിന്നെ ആ ഒരു സ്വിങ് ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫർമേഷൻ കിട്ടിയാലാവും നെക്സ്റ്റ് എൻട്രി വരിക. അല്ല എന്നുണ്ടെങ്കിലോ ഈ ഒരു പ്രൈസ് താഴേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്ന സമയത്താണ് നമ്മൾ വീണ്ടും എൻട്രി ചെയ്യുക. അപ്പം ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന്റെ പ്രോസുകൾ എന്തൊക്കെയാണ്, കോൺസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്വിംഗ് ട്രേഡ് എന്നുള്ളതും അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡിന്റെ പ്രോസ് കോൺസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട. സ്വിംഗ് ട്രേഡ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് സ്റ്റോക്സിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പഠിക്കുന്നത്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് ETF-കളിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാം. പക്ഷെ ഇതിൽ സ്വിംഗിൽ ETF-നേക്കാളും കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ റിട്ടേൺസും കൂടുതലായിരിക്കും. ETF-ൽ ഇതിനേക്കാളും കുറച്ചുകൂടെ റിസ്ക് കുറവാണ്. പക്ഷെ അതിനർത്ഥം റിട്ടേൺസ് കുറവാണ് എന്നുള്ളതല്ല. പക്ഷെ പല സമയത്തും സ്റ്റോക്കിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് ETF-ൽ കിട്ടാറുണ്ട്. എങ്കിലും നോർമലി സ്റ്റോക്കിനേക്കാളും കുറവായിരിക്കും ETF-ൽ റിട്ടേൺസ്, പക്ഷെ റിസ്ക് കുറവായിരിക്കും. അത് ETF-ൽ എങ്ങനെ സ്വിംഗ് ട്രേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ, സ്വിംഗ് ട്രേഡ് എന്താണ്, സ്വിംഗ് ട്രേഡ് അതിന്റെ പ്രോസ് എന്താണ്, കോൺസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.